എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താട്ടോ. ഇതാണ് രാസ്നാദി ചൂർണ്ണമാണ് കേട്ടോ. രാസ്നാദി ചൂർണ്ണം ഇത് 10 ഗ്രാംസ് ക്വാണ്ടിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ഇത് അവിടെ ചെറുതായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഫറൻസും കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. റെഫറൻസ് സഹസ്രയോഗത്തിൽ ചൂർണ്ണ പ്രകരണത്തിലാണ് രാസ്നാദി ചൂർണ്ണത്തെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന ഡ്രഗ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഈ ഒരു മരുന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാം. പിന്നെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി രാസ്നാദി ചൂർണ്ണത്തെക്കുറിച്ചിട്ട് അറിയാത്ത മലയാളികളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന തലവേദന, ജലദോഷം, അതുപോലെ സൈനസുകളിലുള്ള ഇൻഫ്ലമേഷൻസ്, വീക്കം, വേദന, ഇങ്ങനെയുള്ള കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചൂർണ്ണം നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ ഉടനെ നെറുകിൽ ഒരു നുള്ളു പൊടിയെടുത്തിട്ട് ഈ സെൻറ്റർ പോർഷൻ, ബ്രഹ്മ എന്ന് പറയാം അനാട്ടമിക്കലി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ്റെ പോർഷനാണ്. അതായത് നമ്മൾ ഈ ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ, അതുപോലെ ഈ ചെവിയുടെ ഇവിടെ നിന്നും ഇങ്ങനെ എടുത്ത് സെൻറ്ററിൽ, അങ്ങനെ ഈ സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് അവിടെ നമ്മൾ ഒരു നുള്ളു ചൂർണ്ണം എടുത്തിട്ട് നനവുള്ള ചർമ്മത്തിൽ നന്നായിട്ട് തിരുമ്മി വയ്ക്കും. ഇങ്ങനെ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വൈദ്യസഹായം വേണം. ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദത്തിൽ ഒരു പ്രോഡക്റ്റ് ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടാണ് ആയുർവേദം നോക്കിക്കാണുന്നത്. അയാളുടെ പ്രകൃതി, ദോഷം, ജീവിത സാഹചര്യം, ആഹാരവിഹാരങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്കൊരു മരുന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഒരു ജനറലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇങ്ങനെ ചെയ്യുന്നത് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ കുറയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. എന്തായാലും സിവിയറായിട്ട് വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ തീർച്ചയായിട്ടും വൈദ്യസഹായം എടുക്കണം. അതുപോലെ അണ്ടർലൈൻ കോസസ് കണ്ടുപിടിക്കണം. പിന്നെ അയാളുടെ തീർച്ചയായിട്ടും ആഹാരവിഹാരങ്ങൾ, അതിലുള്ള വ്യത്യാസങ്ങൾ, എക്സസൈസ് കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് അസുഖം മാറുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ ഏത് പ്രായത്തിലും ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാലോ, ഈ ബ്രഹ്മ പോർഷൻ ഇവിടെ പതുപതുത്തിരിക്കും, അത് തുറന്നിരിക്കും. നമ്മൾ യോഗിക് സയൻസിൽ ഇവിടെ സഹസ്രാരം എന്നാണ് പറയും, സഹസ്രാര ചക്രം എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയ ഇൻഫർമേഷനാണ്. താങ്ക് യു.